Hey, hi, hello, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു റോസസ് ടാക്കസ് ട്രെയിൻ. മമ്മിയുടെ മുഖം തമ്മി ഇങ്ങനെ ഇരിക്കണ ടെൻഷൻ അടിച്ചിട്ടാണോ അതോ ഇനി നാട്ടിൽ പോകാനുള്ള വിഷമം കൊണ്ടാണോ, ഇവിടുന്ന് പോണേന്റെ വിഷമം കൊണ്ടാണോ, ടെൻഷനാണോ, എന്താ അത്, എന്ത് എക്സ്പ്രഷനാണ് മുഖത്ത് കാണുന്നത്? നമ്മളങ്ങനെയല്ലേ, നമ്മള് നാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോ അങ്ങനെയാണല്ലോ. പക്ഷെ എയർപോർട്ടിൽ കയറി കഴിയുമ്പോ പിന്നെ നമ്മള് എയർപോർട്ടിന്റെ ടെൻഷനിലേക്ക് പോകും. അതാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറയുന്നത്. ഇവരുടെ ഫ്ലൈറ്റ് വന്നിട്ട് ബ്രിസ്ബെയിൻ എയർപോർട്ടിൽ നിന്നായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 1 hour ഡ്രൈവ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങോട്ടേക്ക്. അതുകൊണ്ട് നമ്മൾ ഏർലി മോർണിംഗ് പുറപ്പെട്ടായിരുന്നു. ലാൻഡ് ചെയ്യാൻ പോണതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇവരെ നമ്മൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുവന്നപ്പോൾ നമ്മൾ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ അവർക്കൊരു ധൈര്യമായിരുന്നു കേട്ടോ. ഈ പ്രാവശ്യം അവർ ഒറ്റയ്ക്ക് പോകണോണ്ട് തന്നെ കുറച്ചധികം ടെൻഷൻ ഉണ്ടായിരുന്നു രണ്ടുപേർക്കും. അതിൽ കുറച്ച് പൊടിക്ക് ടെൻഷൻ കൂടുതൽ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. കാര്യം ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം നമ്മൾ വീൽ ചെയർ ആക്സസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും നമുക്കൊരു പേടിയും ടെൻഷനൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മൾ അവിടുന്ന് ഒരു ഷട്ടിൽ എടുത്തിട്ടാണ് ഇപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോകണേ. കാറ് നമ്മളവിടെ ഒരു പാർക്ക് ചെയ്ത് എയർ പാർക്ക് എന്ന് പറഞ്ഞിട്ട് എയർപോർട്ടിൻ്റെ ഒരു പാർക്കിംഗ് ഉണ്ട്. അവിടെ നമ്മൾ ഷട്ടിൽ ബസ് എടുത്തിട്ട് ഇപ്പം നമ്മൾ ഭയങ്കര ടെൻഷനാണല്ലോ. ടെൻഷൻ അടിച്ച് ഭയങ്കരമായിരിക്കുകയാണ്. പിന്നെ എന്തായാലും ഇഷ്ടമാണ്. നമുക്ക് പോകാനുള്ള വിഷമമാണ്, അതാ ഇനിയും ഫ്ലൈറ്റ് കയറാനുള്ള വിഷമമാണ്. പോകാൻ വിഷമമില്ല, പോകാൻ വിഷമമില്ല നമുക്ക്. ഫ്ലൈറ്റിൽ കയറുന്നതിന് പേടിയാണ് നമ്മുടെ മുഖത്ത് കാണുന്നത്. എന്നാലും വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഒരു മാസം? നമ്മൾ അടിച്ചു പൊളിച്ച് പോവാണ്. നമ്മൾ നാട്ടിലേക്ക് ഓഗസ്റ്റിൽ തിരിച്ച് അപ്പം കാണാം. നമ്മൾ ഇപ്പോൾ ഇവിടെ ചെക്കിൻ പോകണം. നമ്മൾ ഓൾറെഡി ഓൺലൈൻ ചെക്കിൻ ചെയ്തതായിരുന്നു. നമ്മൾ ഇനിയും ബാഗേജ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോകണം, ബോർഡിംഗ് പാസ് എടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ വീൽ ചെയറിൻ്റെ അസിസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു അപ്പാപ്പം പോലത്തെ ഒരു അവരുടെ ഒരു ടീം മെമ്പറായിരുന്നു ഇവരെ അങ്ങോട്ടേക്ക് കയറ്റി വിടാൻ വേണ്ടി വന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു പുള്ളി ക്രൂ മെമ്പറാണെന്ന് തോന്നുന്നു.
അപ്പം അങ്ങനെ പുള്ളി എന്നിട്ട് ഇവിടെ വന്നപ്പോഴേക്കും മമ്മിയും എല്ലാവരും കൂടെ കരച്ചിലൊക്കെ ആയി. അത് കഴിഞ്ഞ് മമ്മി കരയണുണ്ടായി. അപ്പം ഞാൻ മേക്ക് ഷുവർ ചെയ്തോളാം നിൻ്റെ മമ്മി ഓക്കെ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നിട്ട് കൈയൊക്കെ ഹോൾഡ് ചെയ്ത് രണ്ടുപേരുടെ കൈയൊക്കെ പിടിച്ചിട്ടാണ് പോയത്. എന്നിട്ട് പാപ്പ ബാക്കിലൊക്കെ പോയി അങ്ങനെയാണ് പോയത്. അപ്പം നമ്മളിനിയിപ്പോൾ വെയിറ്റ് ചെയ്യുകയാണ്. അവരുടെ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് അവരകത്തേക്ക് കയറി നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയെങ്കിൽ ആ സമയത്തുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല, കാരണം ഇതിപ്പോൾ എന്താ നടക്കണേന്നായിപ്പോയി. പിന്നെ അതുമല്ല നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ പറ്റില്ലേ ഏതൊരു കൺഫ്യൂഷനായിപ്പോയി. പക്ഷെ നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. ബാഗേജ് ഡ്രോപ്പ് ചെയ്യണവരെയൊക്കെ നമുക്കുണ്ടായിരുന്നു. ചെക്കിൻ ചെയ്യുക, ബാഗേജ് ഡ്രോപ്പ് ചെയ്യുക, അതൊക്കെ ഫൈനായിരുന്നു. പക്ഷേ സെക്യൂരിറ്റി ചെക്കിൻ്റെ അവിടേക്ക് നമുക്ക് കയറാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ എനിക്കതെങ്കിലും പറയാനുണ്ടാവും. ഒന്നും പറയാനില്ല. എങ്ങനെ ഉണ്ടായിരുന്നു ഒരു മാസത്തെ എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു. ബൈക്ക് ഓടിക്കി കേൾക്കാൻ പറ്റില്ല, അത് ബൈക്ക് ഓടിക്കി. പിന്നെ ഒരു വിഷമമായോ? ക്വസ്റ്റ്യൻ ആൻസർ ആണ്. വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ. ഇതൊക്കെ ഞാൻ ഇട്ടു നോക്കിക്കോ. അങ്ങനെ പിന്നെ എന്നിട്ടാ അങ്ങനെ ഇനിയിപ്പോൾ എന്താ സംസാരിക്കുക? ഇതൊന്നും സംസാരിക്കാനല്ല പ്രത്യേകിച്ച്. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇന്ന് ഞങ്ങൾ എന്തൊക്കെയാണ് ബാക്കി ചെയ്യണം, വീട്ടിൽ പോകണതിൻ്റെ വിശേഷങ്ങളും സംഭവങ്ങളൊക്കെ ബാക്കി ഈ വ്ലോഗിൽ തന്നെ കാണിക്കാമെന്ന് ഓർത്തു. ബിക്കോസ് ഇതിനകത്ത് വേറെ ഒന്നും എനിക്ക് ആഡ് ചെയ്യാനില്ല. ബ്രിസ്ബെയിൻ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ അകത്തുള്ളൊരു വ്യൂ ആട്ടോ നിങ്ങളിപ്പോൾ കാണണേ. ഇത് കുറച്ചുകൂടെ സെൽഫായിട്ട് നമുക്ക് ബാഗ്സ് ഡ്രോപ്പ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കറൻ്റ്ലി ഓപ്പൺ അല്ലായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ സൈഡിൽ എന്തോ കൺസ്ട്രക്ഷൻ വർക്ക് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും ഹോപ്പ്ഫുള്ളി നമ്മൾ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇതിൽ അടിപൊളിയായിരിക്കും. നമ്മളിത് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. നമ്മൾ മമ്മീനെയും പപ്പേനെയും ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ വന്നത് VFS ഗ്ലോബൽ ഓഫീസിലാണ് വന്നത്. നമ്മുടെ പാസ്പോർട്ട് എക്സ്പയർ ആവാറായി. അപ്പോൾ അത് എൻ്റെ അല്ല, അവൻ്റെ പാസ്പോർട്ട് എക്സ്പയർ ആവാറായി. അപ്പോൾ അത് റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷെ നമ്മൾ കുറേ പ്രാവശ്യം അപ്പോയിൻമെൻറ്റ് നോക്കിയിട്ടൊന്നും കിട്ടിയില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവിടെ ചെന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഒരു പറഞ്ഞു വാക്കിൻസ് ഒന്നും അലൗഡല്ല, അപ്പോയിൻമെൻറ്റ് തന്നെ എടുക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അത് ഏത് കാറ്റഗറിയിൽ എടുത്താലും കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മളിപ്പോൾ അപ്പോയിൻമെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്നത്തേക്ക് കിട്ടത്തില്ല. 3 മണിയാകുമ്പോഴേക്കും ക്ലോസ് ചെയ്തു. ഇവിടെ എന്തായാലും 3 മണിയായി. നമ്മളിതേ 3 മണിയായപ്പോഴാണ് കേട്ടോ. 3 മണിയൊക്കെ കഴിഞ്ഞ് 4 മണി ആവാറായപ്പോഴാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ തന്നെ കയറിയത്. നമ്മൾ ബ്രിസ്ബെയിൻ വരുമ്പോൾ കയറാറുള്ള സ്പോട്ടായിരുന്നു. പിന്നെ അതുമല്ല ഷാരോൺ സ്റ്റുഡൻ്റ് ആയിരുന്ന ടൈമിലൊക്കെ ഇവിടെ വരാറുണ്ടെന്ന് ആട്ടോ പറഞ്ഞത്. ഇതിൻ്റെ അടുത്തൊക്കെ ആയിരുന്നു എൻ്റെ അക്കോമഡേഷൻ. അപ്പോൾ ടോപ്പ് ഇൻ ടൗൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ വന്നത്. നമ്മളിതേ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് സമാധാനമായി. നമുക്ക് ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ചേച്ചിയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ചേച്ചിയുടെ അടുത്തൊക്കെ സംസാരിച്ച് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പോകുന്ന വഴിക്കാണ് നമ്മൾ വേറൊരു കാര്യം ഓർത്തത്. പെട്രോളില്ല വണ്ടിക്ക്. അങ്ങനെ പെട്രോൾ അടിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്കൊരു സമാധാനമായി അല്ലേ. നമുക്ക് രണ്ടുപേർക്കും ഭ്രാന്ത് പിടിച്ചിരിക്കായിരുന്നല്ലേ. നമുക്ക് അതിൻ്റെ റീസൺ എന്താണെന്ന് മനസ്സിലായിണ്ടായില്ല. പിന്നീട് മനസ്സിലായത് ഫുഡ് കിട്ടിയപ്പോഴും മനസ്സിലായി വിശപ്പിൻ്റെ വിളി ഉണ്ടായിരുന്നു എന്ന്. ഭയങ്കര വിശപ്പായി. നമ്മൾ രാവിലെ ഫുഡ് കഴിച്ചതാണ്. അങ്ങനെ പിന്നെ നമ്മൾ ഇച്ചിരി നേരം മുമ്പ് പപ്പയുടെ മമ്മിയുടെ ഫ്ലൈറ്റ് അവിടെ എത്തി. നമ്മൾ ട്രാക്ക് ചെയ്ത് നോക്കിയപ്പോൾ അവർ ഓസ്ട്രേലിയ ഒന്നും വിട്ടിട്ടില്ല. ഓസ്ട്രേലിയ ഭയങ്കര വലുതായതുകൊണ്ട് ഇവിടുത്തെ നമുക്ക് കറങ്ങി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതൊരു കുട്ടി വ്ലോഗാണ്. എന്നാൽ പോലും അതൊരു മെമ്മറി ആയിട്ട് എപ്പോഴും കാണാൻ വേണ്ടി ഇതിവിടെ കിടക്കട്ടെ എന്ന് ഓർത്താട്ടോ പോസ്റ്റ് ചെയ്തേ. പിന്നെ അതുപോലെ നമുക്കൊരു കണ്ടിന്യൂഷൻ കിട്ടുകയും ചെയ്യുമല്ലോ. അപ്പോൾ എന്തായാലും അടുത്തൊരു വ്ലോഗായിട്ട് വേഗം തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ഫ്രം റോസസ് ടാക്കസ്ട്രി. ബൈ.